നമസ്കാരം, വെൽക്കം ടു മൂവി ട്രക്ക്. അപ്പോൾ ഇന്നത്തെ വിഷയം ദുരന്തർ ദ റിവെഞ്ച്. പടം റിലീസ് 19-ാം തീയതിയാണ്. പക്ഷെ നമുക്ക് 18-ാം തീയതി വൈകിട്ട് 5 മണിക്ക് തൊട്ടിട്ട് അവരൊരു റിലീസിന് മുന്നുള്ള ഷോ പോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ തന്നെ കണ്ടു. ചെറിയൊരു ഡിലേ വന്നിരുന്നു. ആക്ച്വലി നമുക്കൊരു UFOയിൽ കുറച്ച് വൈകിയാണ് ഫയൽ അപ്ലോഡ് ആയെന്ന് പറഞ്ഞത്. അപ്പോൾ പടം ഒരു അരമണിക്കൂർ വൈകി. അപ്പം എങ്ങനെ അരമണിക്കൂർ വൈകി കണ്ടു. ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ 55 മിനിറ്റ് ഉണ്ട് പടം. അറൗണ്ട് 4 മണിക്കൂർ പടം കണ്ടു വന്ന് കയ്യോടെയാണ് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നോ, ഗംഭീര എക്സ്പീരിയൻസ്, ഒരു രക്ഷയും പറയാനില്ല. ഗംഭീര എക്സ്പീരിയൻസ്. നമ്മൾ ഒരു മീം കാണാറില്ലേ, മാർട്ടിൻ സ്കോസസെ ആണോ? ആണെന്ന് തോന്നുന്നു. ഒരു മീമില് ഒരു ആബ്സല്യൂട്ട് സിനിമ എന്ന് പറഞ്ഞ ആ സാധനം. എൻ്റെ പൊന്നു, ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ആദിത്യധർ വൈഫ് യാമി ഗൗതമിന് ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യണ പടം. പിന്നെ ഗംഭീര ഡിസ്ക്ലൈമേഴ്സാ, ഒരു ലോഡ് ഡിസ്ക്ലൈമേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തുടങ്ങാണ്. ആ ലാസ്റ്റത്തെ, അതായത് ഫസ്റ്റ് എവിടെ നിർത്തിയോ അതിന് ശേഷം നമുക്കൊരു പോസ്റ്റ് ക്രെഡിറ്റ് കാണിക്കുന്നുണ്ടല്ലോ, അതായത് ഈ സെക്കൻഡിലേക്കുള്ള ഒരു എൻട്രി പോലെ. അവിടെ നിന്നാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ജസ്കിരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ജസ്കിരത് സിനിമയിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് അങ്ങ് വലിച്ചുകൊണ്ട് പോയി. എൻ്റെ പൊന്നു, ഗംഭീര എക്സ്പീരിയൻസ്, ഒരു രക്ഷയും പറയാനില്ല. ഒരു ഫസ്റ്റ് തന്നെ ആക്ഷൻ സീക്വൻസുകളിലേക്കൊക്കെയാണ് പോണ പടം. ജസ്കിരത്തിന്റെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ടല്ലോ ചെറുതായിട്ട്. ആ ഫസ്റ്റിന്റെ ലാസ്റ്റ് ഒരു ചെറിയൊരു ട്രെയിലറുള്ള ഒരു ടീസർ പോലെ കാണിച്ചു പോകുന്നുണ്ടല്ലോ. അത് തന്നെയാണ്. പക്ഷെ ഓവറായിട്ട് അതിനകത്തോട്ട് അവര് എന്താ പറയാ, ഓവർ സെന്റിമെന്റൽ ആക്കാതെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട് അതിനകത്ത് അവന്റെ വീട്ടുകാരെ വെച്ചിട്ട്. ആ ഇഷ്യൂവിന് ശേഷം അവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞ് ഒരു ഗംഭീര ആക്ഷൻ സീക്വൻസ്. അയ്യോ, ഒരു രക്ഷയില്ല. ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആക്ഷൻ സീക്വൻസുകൾ. ക്യാമറ വർക്ക് വേറെ, ആക്ഷൻ ഡയറക്ടേഴ്സിനെയൊക്കെ മമിക്കണം, അമ്മാതിരി സാധനം. പിന്നെ ബ്രൂട്ടൽ സീനുകളാണ്. ഞാൻ ഇതുവരെ ഈ ജോൺ വിക്കിലൊക്കെ കണ്ട പോലത്തെ എക്സാക്ട് ജോൺ വിക്ക് ആക്ഷൻ, ജോൺ വിക്ക് സീരീസിൽ കാണുന്ന ആക്ഷൻ സീക്വൻസുകൾ നമുക്ക് ഒരു പുതിയ വേർഷനായിട്ട് ഇതിനകത്ത് കാണാം. എൻ്റെ പൊന്നു, ബ്രൂട്ടൽ ആക്ഷൻ. അവരത് ആ പറഞ്ഞേക്കുന്നതിനോട് 100 അല്ല 110% അവര് അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ, ഒരു രക്ഷയില്ലാത്ത വ്യൂ, എന്ത് ഭംഗിയാ. ലോങ് ഷോട്ട്സ് ഒക്കെ കാണാൻ അടിപൊളിയാ. ഒരു ചില ഷോട്ടുകളൊക്കെ ഭയങ്കര വൈഡ് ആംഗിളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ് ഭയങ്കര ഫാസ്റ്റ് എഡിറ്റിങ്. എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടിരിക്കുന്ന പടം. നമ്മളിങ്ങനെ 3 മണിക്കൂർ 55 മിനിറ്റ് ഉണ്ടെങ്കിലും ആകെ കുറച്ച് പറയാനാണെങ്കിൽ ഒരു പകുതിക്ക് കുറച്ച് ഡയലോഗ് പോർഷൻസും ആ കഥയുടെ ഒരു മീൻസ് പകുതി ആകുമ്പോൾ കുറച്ച് ഒരു ഏരിയ ഉണ്ടാവും, നമുക്ക് കുറച്ച് ഡള്ളുണ്ട്. ഫസ്റ്റിലെ പോലെ തന്നെ ഒരു ഫുൾ ടൈം ഒരു പീക്ക് മുമ്പിലോട്ട് ആ ഒരു സംഭവം ഇതിനകത്ത് വരുന്നില്ല. എന്നാൽ പോലും ഉള്ളത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഗംഭീര എക്സ്പീരിയൻസ് ആണ് പടം. നമ്മളിങ്ങനെ ഞെട്ടിച്ച് നിർത്താണ് പടം. എന്താ ആക്ഷൻ സീക്വൻസുകൾ, ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. പോരാത്തതിന് ആക്ടേഴ്സിനെ പിന്നെ ഒബ്വിയസ്ലി ഫസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാവരും ഗംഭീരമാണ്. ഇതിനകത്തൊക്കെ രൺവീർ സിംഗിന്റെ ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസും നമുക്കങ്ങോട്ട് ഇങ്ങനെ ഉള്ളിലങ്ങ് തട്ടും. പുള്ളിയുടെ സങ്കടം നമുക്ക് കാണുമ്പോൾ നമുക്കങ്ങോട്ട് അയ്യോ, ഭയങ്കരമായിരുന്നു. അത് ഗംഭീര എക്സ്പീരിയൻസുകളായിരുന്നു. അത് ഇവൻ കൂടെ അഭിനയിക്കുന്നവരായിക്കോട്ടെ, അവൻ്റെ കൂടെയുള്ള സ്പൈകളുണ്ടല്ലോ അവരായിക്കോട്ടെ, എല്ലാവരും കട്ട. പിന്നെ മ്യൂസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ അയ്യരുകളി. പഴയ പടങ്ങൾ അതിന്റെ റീമിക്സ് ചെയ്ത, ഫസ്റ്റിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ പഴയ പടങ്ങളുടെ റീമിക്സ് കൊണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ ഒരു അയ്യര് കളി.
പക്ഷെ മെയിൻ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റിലുള്ള പോലത്തെ ഗംഭീര സോങ്ങുകൾ ഇതിനകത്തില്ല. എല്ലാം ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനോട് ഇങ്ങനെ എടുത്തെടുത്ത് പോവാണ്. ചില സാധനമൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറെ ബീറ്റുകൾ വരുന്നുണ്ട്. ഭയങ്കര രസമാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ആ ബീറ്റുകളൊക്കെ ഇങ്ങനെ ഒന്നത് ഇങ്ങനെ ഗുമ്മിലങ്ങ് പോകും. ഒരു ജാസ് സാധനമൊക്കെ ഉണ്ട്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും അതൊക്കെ. പിന്നെ ആക്ഷൻ സീക്വൻസ് പറഞ്ഞു, എഡിറ്റിങ്, മ്യൂസിക്, പിന്നെ ഇത്രയാണ് പടം മെയിനായിട്ട്. സ്റ്റോറി ലൈൻ ആ സ്റ്റോറി ലൈനും സ്ക്രീൻ പ്ലേ ഫുൾ ഡീറ്റെയിലിംഗ്. അതാ ഫസ്റ്റിന്റെ ഒരു ഇങ്ങനെ ഫ്ലോയിൽ പോയിട്ടൊരു എൻഡിങ്ങിൽ എത്തും. എന്നാൽ അവരിപ്പോ എന്താ പറയാ, ഏഹ്, ഒരു തേർഡ് പാർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഭ്യൂഹങ്ങൾ വന്നിരുന്നു. അത് ജൂൺ 6 റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഉണ്ടോന്നൊന്നും അറിയില്ല. മേഹം എന്ന് പറഞ്ഞിട്ടൊരു ഒരു എൻഡ് ക്രെഡിറ്റ് സീൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ആക്ച്വലി അതൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് വരെ ഇരുന്ന് നോക്കി. അതിനകത്ത് ഈ ജസ്കിരത്തിന്റെ ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ, ആ പോർഷൻസ് ഒക്കെ നമ്മൾ ആ ഫസ്റ്റിൽ കണ്ട അതൊക്കെ കാണിക്കുന്നുണ്ട്. അതല്ലാതെ മേ ഒരു പിടുത്തമില്ല. തേർഡ് പാർട്ട് ഉണ്ടെന്നാണ്. ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര വെയിറ്റിംഗ് ആയിരിക്കും തേർഡ് പാർട്ടിന്. പക്ഷെ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ ഹൈപ്പ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമുക്കൊരു ഇച്ചിരി ഒരു ഒരു ഫസ്റ്റിന്റെ അനുസരിച്ച് വരുമ്പോൾ അത്രയും പീക്കല്ല പടം. കാരണം ഓൾറെഡി നമുക്ക് ആ വേൾഡ് ബിൽഡിംഗ് അറിയാം, ആളുകൾ എങ്ങനെയാണെന്ന് അറിയാം, അവരുടെ എന്താ ഇനി അടുത്തെന്താ പോകുന്നത് നമുക്കൊരു ഒരു ഒരു ഊഹമുണ്ട്. നമുക്ക് ആകെ ഇതിനകത്ത് നമ്മൾ ഞെട്ടാൻ പോകുന്നത് ആക്ഷൻ സീക്വൻസുകളും ഉണ്ടാവും. ആക്ഷൻ ആക്ഷൻ സീക്വൻസും ബ്രൂട്ടാലിറ്റി, ഗംഭീര ആക്ഷൻ സീക്വൻസ് വിത്ത് അതിന്റെ എക്സാക്റ്റ് ആ ഒരു ഇൻഡെപ്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ചിരി മനസ്സിന് ഇച്ചിരി കട്ടിയില്ലാത്തവർ കാണരുത് മാക്സിമം. പ്ലസ് കുട്ടികളും ഇത് കാണരുത്. കാരണം ഒന്നുകിൽ അവർ ഭയങ്കരമായിട്ട് പേടിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പോ ബാക്കിയുള്ള സീരീസുകൾ സിനിമകളിൽ ഇല്ലെന്നല്ല, ഇച്ചിരി കൂടി ഒരു പടി മുകളിലാണ് ഇതിന്റെ ആക്ഷൻ സീക്വൻസുകൾ. അതും ഹൈലി ബ്രൂട്ടാലിറ്റി കാണിക്കുന്നതിന്റെ ഒരു ഹൈ വേർഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ചില സീനുകളെ കാണുമ്പോൾ നമ്മളെ തന്നെ ഇങ്ങനെ എന്റെ മോനെ അങ്ങനൊരു നമ്മൾ തന്നെ ഞെട്ടുകയാണ്. ഇങ്ങനെയൊക്കെ എങ്ങനെ അവര് മനസ്സിൽ തോന്നണ്ടേ, എങ്കിലല്ലേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗംഭീരം. ഞാനൊരു ആക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ആക്ഷൻ പ്ലസ് നമുക്ക് അതിന് ഒരു എന്താ പറയാ, ഒരു വെർത്തായിട്ടുള്ള ഒരു റീസണും ഉണ്ട്. പ്രോപ്പർ റീസണിങ്ങും അതിന് ശേഷം വരുന്ന ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ റീസൺ കാരണം നമുക്ക് ആ ആക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇൻഡെപ്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു സംഭവമാണ്. പ്രോപ്പർ റീസണിങ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ഷൻ, എന്തുകൊണ്ടാണ് രൺവീർ സിംഗ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉള്ളീന്നൊരു ഒരു ഒരു സുഖാണ്. എന്റെ പൊന്നു, ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ധൈര്യം വേണ്ട, നിങ്ങൾ എന്തായാലും പോയി കാണുക. ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും പടം. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ബ്രൂട്ടാലിറ്റി കൂടുതലുണ്ട്. ഫസ്റ്റിനെ അപേക്ഷിച്ച് ഒരു പൊടിക്ക് കൂടുതലാണ് ഈ പടത്തിൽ. കുറച്ചും കൂടി ഇതിന്റെ ഒരു ഫസ്റ്റ് പോർഷന്റെ ഒരു എൻഡിങ് പോലെ കാണിക്കുമ്പോഴും ഇതില് നല്ല ബ്രൂട്ടൽ ആക്ഷൻസ് വരുന്നത് തന്നെ. അപ്പം ഒരു അധികം മനക്കെട്ടിയില്ല, എങ്ങനെ കാണണ്ട എന്നുള്ളവര് OTT വരുമ്പോൾ കാണുക എന്നേ പറയാനുള്ളൂ. അല്ലാതെ ഒരു പ്രോപ്പർ ആക്ഷൻ മൂവി, ആക്ഷൻ എസ്പിയോണാജ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, അതായത് ഇവൻ ചിലവർ കാണാത്തവരുണ്ട്, ഫസ്റ്റ് പിന്നെ OTT വന്ന് കണ്ടവരുണ്ട്. അവർക്കൊക്കെ ഒരു മിസ്സായ ഒരു സംഭവം ഉണ്ടല്ലോ, അത് സെക്കൻഡിലുണ്ട്. സ്റ്റാർട്ടിങ് ജസ്കിരത്തിന്നാണെങ്കിലും പിന്നീട് ഹംസയിലേക്ക് വരും. ജസ്കിരത്തിൽ തന്നെ നമുക്കിങ്ങനെ ഒന്ന് കിട്ടുക നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഹംസയിലേക്ക് വരും. ഹംസയിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ അവസ്ഥ. ജസ്കിരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹംസയിൽ അവസാനിക്കും. അതാണ് ദുരന്തർ പാർട്ട് 2 റിവെഞ്ച്. ഗംഭീര പടമാണ്. ഒരു മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാണ് അപ്പോൾ എൻ്റെ ദുരന്തന്റെ റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ അല്ല, ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.